എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലീപ്പ് ഹൈജീൻ അഥവാ ഉറക്ക ശുചിത്വത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഉറക്ക ശുചിത്വം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉറങ്ങാനും ആ ഉറക്കം നിലനിർത്തി കൊണ്ടുപോകാനും നമ്മളെ വളരെ സഹായിക്കുന്ന ചില പെരുമാറ്റ രീതികളാണ്. സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഇതിനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുക. ഒന്ന്, നമ്മൾ കിടപ്പുമുറിയിൽ പാലിക്കേണ്ട സ്ലീപ്പ് ഹൈജീനും, രണ്ടാമത്തേത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ പാലിക്കേണ്ട സ്ലീപ്പ് ഹൈജീനുകളും. ആദ്യം തന്നെ ബെഡ്റൂമിൽ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്? നമ്മൾ ഉറങ്ങാൻ പോകുന്ന ബെഡ്റൂം ക്ലീനും അതുപോലെ തന്നെ വൃത്തിയുമുള്ളതാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കണം. ആകെ ക്ലട്ടേഡായിട്ട് അവിടെ കുറച്ച് സാധനം കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, ബെഡ്ഷീറ്റ് മുഷിഞ്ഞു കിടക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പലപ്പോഴും അത് നമുക്ക് നല്ലൊരു ഉറക്കം നൽകിയെന്ന് വരില്ല. അതുകൊണ്ട് ബെഡ്റൂം ക്ലീനും അതുപോലെ തന്നെ ടൈഡിയുമായിട്ട് വൃത്തിയുള്ളതുമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേതായിട്ട്, നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ബെഡ്റൂം ശാന്തമായിട്ടുള്ളത്, അധികം നോയ്സും അതുപോലെ തന്നെ വലിയ ശല്യങ്ങളും ഇല്ലാത്ത ഒരു റൂമാക്കി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെയാണ്, നിങ്ങൾ ബെഡ്റൂമിൽ കിടക്കാൻ പോകുന്ന റൂം ഒരു കൂളായിട്ടുള്ള ടെമ്പറേച്ചർ, ഒരു കൂൾ ടെമ്പറേച്ചർ പ്രദാനം ചെയ്യുന്ന തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് AC മറ്റോ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ലെങ്കിലും വ്യത്യസ്തങ്ങളായിട്ട് റൂം എങ്ങനെയാണ് കൂളാക്കുക എന്ന് മനസ്സിലാക്കി റൂമിൽ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ ശ്രമിക്കുക. വളരെയധികം ചൂടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ഉറക്കത്തിന് വളരെ ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ശരീരത്തിൽ വളരെയധികം ചൂടുള്ള ആൾക്കാരാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കോൾഡ് ഷവർ, ഒരു തണുത്ത വെള്ളത്തിലുള്ള ഒരു കുളി പാസ്സാക്കുന്നത് എന്തായാലും ഈ ചൂട് അകറ്റി നിർത്തി ശരീരവും കൂളാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അടുത്ത കിടപ്പുമുറിയിൽ പാലിക്കേണ്ട മര്യാദയാണ്, നിങ്ങൾ കിടക്കുന്ന റൂം ഒരു കംപ്ലീറ്റ്ലി ഡാർക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ലൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ട് പുറമേ നിന്നും ഏതെങ്കിലും ഉന്നതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ലൈറ്റുകളുടെ പ്രസരിപ്പോ അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർ എപ്പോഴും ലൈറ്റ് ഓണാക്കുന്ന ഒരു അവസ്ഥയോ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. ലൈറ്റ് ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ സർക്കാഡിയൻ റിതമിനെ അത് പ്രശ്നത്തിലാക്കുകയാണ് ചെയ്യുക. ലൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാഡിയൻ റിതം തെറ്റിപ്പോവും. കാരണം ലൈറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സർക്കാഡിയൻ റിതമിനെ റീസെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. രാവിലെ തന്നെ നിങ്ങൾ എണീക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സൂര്യപ്രകാശം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിൻ പലപ്പോഴും ഇത് രാവിലെയായി ഉണരേണ്ട സമയമായി എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്, നിങ്ങൾ കിടക്കുന്ന കിടപ്പുമുറിയിലെ കിടക്കയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാംത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നല്ല തരത്തിലുള്ള തലയിണയും ബെഡ്ഷീറ്റും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ ഹൈജീൻ കൊണ്ടുവന്ന് നമ്മൾ ഉറക്കത്തിന് മെച്ചപ്പെടുത്താം എന്ന് മനസ്സിലാക്കാം. പലപ്പോഴും കാപ്പിയും ചായയും ദിവസത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ കുടിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. ഈ കാപ്പി, ചായ മുതലായവയിൽ അടങ്ങിയിരിക്കുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ് കഫീനും നിക്കോട്ടിനും. ഇതൊക്കെ ഒരു തരത്തിലുള്ള സ്റ്റിമുലൻ കാറ്റഗറിയിൽ പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ്. അതായത് നിങ്ങൾക്ക് പൊടുന്നനെ കുറച്ച് എനർജി പ്രദാനം ചെയ്ത് നിങ്ങളെ വളരെ ആക്റ്റീവാക്കി നിലനിർത്താൻ നിങ്ങളൊരു പരിധിവരെ സഹായിക്കുന്നതാണ് കഫീൻ അതുപോലെ തന്നെ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ കാപ്പിയും ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉന്മേഷം തോന്നുന്നതിനുള്ള കാരണം ഇതാണ്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ഉന്മേഷം പോവും, നിങ്ങൾ ക്രാഷ് ആവും. അതായത് നിങ്ങൾ വളരെയധികം മുമ്പുണ്ടായിരുന്ന ആ ഉന്മേഷമില്ലായ്മയേക്കാളും താഴ്ന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാപ്പി കുടിച്ചതിന് ശേഷം ഉണ്ടാവുക. അതുകൊണ്ട് ഉറക്കത്തിന് മുമ്പ്, ഉറക്കത്തിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അതുപോലെ തന്നെ ശരീരത്തിൽ ഭയങ്കരമായ രീതിയിൽ ഒരു അറൗസൽ വരികയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഉറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ സമയത്തിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും കാപ്പിയും ചായയും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പകലും ചായയും കാപ്പിയും കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അടുത്ത ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു ഹൈജീൻ പ്രവൃത്തിയാണ്, നിങ്ങൾ നിക്കോട്ടിൻ അതായത് ടുബാക്കോ പ്രൊഡക്ട്സുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ടുബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. നേരത്തെ നമ്മൾ ചായയിലും കാപ്പിയിലും അതായത് ചായയിൽ കണ്ട രാസപദാർത്ഥമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അത് ഒരു സൈക്കോആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അത് സിഗരറ്റിലും ഉണ്ട്. അത് നിങ്ങളെ അലേർട്ടാക്കും, അതേസമയം തന്നെ വളരെയധികം അറൗസ്ഡ് ആക്കും. അതുകൊണ്ട് അവ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത്
സിഗരറ്റോടൊപ്പം തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ. അങ്ങനെയെങ്കിൽ മദ്യപാനം വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ മൊത്തം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ആൽക്കഹോളിന് വളരെയധികം സാധിക്കുന്നതാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഡിപ്രസൻ്റ് ആണ്. തുടക്കത്തിൽ അതൊരു പക്ഷേ നിങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിലും കുറച്ച് നേരത്തിന് ശേഷം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കും. എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ്, മദ്യം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും തെറ്റിദ്ധാരണയാണ്. മദ്യം എന്ന് പറയുന്നത് ഒരു ഡിപ്രസൻ്റാണ്. ഈ മദ്യം തുടക്കത്തിൽ നിങ്ങൾക്ക് ഉറക്കത്തിന് ചെറുതായിട്ട് സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും മദ്യം കഴിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നന്നേ കുറവായിരിക്കും. ആ ഉറക്കം പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ലീപ്പായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് മദ്യം നിങ്ങൾ തീർത്തും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ജീവിതശൈലിയിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റമാണ് ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ദിവസം ഒരു 30 മിനിറ്റ് ലൈറ്റായിട്ടുള്ള കാർഡിയോ എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ദിവസവും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടും ഡേ ടൈമിലാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സ്ലീപ്പ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു 3 മണിക്കൂർ മുമ്പ് ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അറോസ് ആവുമ്പോൾ നിങ്ങളുടെ അത് ഉറക്കത്തിന് ഡിഫിക്കൽട്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിച്ച് കിടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെഡിൽ ആയിരിക്കുന്ന സമയത്തും അതിനു മുമ്പത്തെ 1-2 മണിക്കൂറുകളിലും നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള TV സീരീസ് കാണുന്നതായിരിക്കാം, മൂവി കാണുന്നതായിരിക്കാം, നിങ്ങൾ ഇമോഷണലി ചലഞ്ചറാക്കാൻ സാധിക്കുന്ന കോൺവെർസേഷൻ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തോ കുടുംബത്തിൽ ആരുടെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ചെയ്യുന്നത് എല്ലാം നിങ്ങളുടെ ഉറക്കത്തിന് ഹാനികരമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതും ഉറക്കത്തിന് മുമ്പ് 1-2 മണിക്കൂർ മുമ്പ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത്ര നേരം നമ്മളിവിടെ അവതരിപ്പിച്ച സ്ലീപ്പ് ഹൈജീൻ, ഉറക്ക ശുചിത്വത്തിൻ്റെ വ്യത്യസ്ത രീതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഉറക്കത്തിന് വളരെ നാളുകളായിട്ടുള്ള ഉറക്ക പ്രശ്നം, ക്രോണിക് ഇൻസോമിനിയ, അതിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഫോർ ഇൻസോമിനിയ എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഈ ഉറക്ക ശുചിത്വത്തിൻ്റെ രീതികൾ പിന്തുടരുന്നതോടൊപ്പം അതും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് കുറേ നാളത്തെ ഉറക്ക പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക. സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം കുറേ നാളായിട്ടുള്ള ഉറക്ക പ്രശ്നങ്ങൾ മാറിപ്പോവുകയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവ ആക്സസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉറക്ക പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ല ഉറക്കം നേരുന്നു. കേട്ടതിന് എല്ലാവർക്കും നന്ദി.